എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ. ഒരു വ്യക്തിക്ക് ആങ്സൈറ്റി ഡിസോർഡർ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നതല്ല. അദ്ദേഹത്തിന് ആങ്സൈറ്റി ഡിസോർഡർ വരാൻ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതിന് ജനറ്റിക് ഒരു കാരണമാണ്. ഞാൻ ഓരോ കാരണങ്ങളായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആങ്സൈറ്റി വരുവാൻ അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അവ പെട്ടെന്ന് വരുന്നതല്ല. ആങ്സൈറ്റി ഡിസോർഡർ ആണെങ്കിലും പൊതുവെ പാനിക് അറ്റാക്ക് ആണെങ്കിൽ പോലും പാനിക് അറ്റാക്ക് പെട്ടെന്ന് വരുന്നതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണം അവിടെ അകത്ത് അടിഞ്ഞു കൂടി കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് പാനിക് അറ്റാക്ക് വരുന്നു, അത് പെട്ടെന്ന് വരും. അതേപോലെ ആങ്സൈറ്റി ഡിസോർഡർ പെട്ടെന്ന് വരുന്നതല്ല, അത് കണ്ടിന്യൂസ് ആയി വരുന്നതാണ്. പക്ഷെ അതിനും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള 5 കാരണങ്ങളെക്കുറിച്ചാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്, ഞാൻ മറുപടി പറയാം. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മണിക്ക് ഞാൻ യൂട്യൂബ് ലൈവിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ മറുപടി പറയാൻ തയ്യാറാണ്. വീഡിയോ കാണുന്ന സമയത്ത് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സ് വായിക്കരുത്. ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവാൻ സാധാരണഗതിയിൽ കാരണമാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് എക്സ്ട്രീമായ സ്ട്രെസ്. കണ്ടിന്യൂസ് ആയി സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 1-2 ദിവസത്തെ കാര്യമല്ല. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് പോലെ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയി ഒരാഴ്ച തുടർച്ചയായി മാനസിക സമ്മർദ്ദം അനുഭവപ്പെട്ടു, അങ്ങനെയുള്ളതല്ല. എക്സ്ട്രീമായ വളരെ മോശമായ തരത്തിലുള്ള സ്ട്രെസ് കണ്ടിന്യൂസ് ആയി കുറേ ദിവസം അനുഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് പിന്നീട് ആങ്സൈറ്റി ഡിസോർഡർ വരുവാനുള്ള സാഹചര്യം ഒരുക്കും. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളുണ്ട്. ജീവിത രീതിയിലാണെങ്കിലും ഈ ഒഫീഷ്യലായിട്ടുള്ള രീതിയിലാണെങ്കിലും വരുന്ന മാനസിക സമ്മർദ്ദമെല്ലാം ഇതിന് കാരണമാവാറുണ്ട്. പക്ഷേ അത് എക്സ്ട്രീം ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം, കുറേ ദിവസത്തേക്ക് അനുഭവിക്കണം എന്ന് മാത്രം. ട്രോമ അതിനൊരു കാരണമാണ്. ചൈൽഡ്ഹുഡ് ട്രോമയാണെങ്കിലും യൗവനത്തിലുണ്ടാവുന്ന ട്രോമയാണെങ്കിലും പെട്ടെന്നുണ്ടാവുന്ന നമുക്ക് താങ്ങാനാവാത്ത ബുദ്ധിമുട്ടുകൾ, വളരെ പ്രിയപ്പെട്ടവർ പെട്ടെന്നൊരു ദിവസം മരിച്ചു പോവുക, അതല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് വളരെ ഭീകരമായ എന്തെങ്കിലും അസുഖം വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് മരണം കാണേണ്ടി വരിക, അങ്ങനെ പെട്ടെന്നൊരു ചുരമല മുണ്ടക്കി ഉരുൾപൊട്ടൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം പെട്ടെന്ന് കാണേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ പല പ്രാവശ്യം കാണേണ്ടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിനകത്ത് ഉരുണ്ടുകൂടി വരുന്ന ട്രോമ, ആ ട്രോമ പിന്നീട് ആങ്സൈറ്റി ഡിസോർഡറായോ അല്ലെങ്കിൽ പാനിക് അറ്റാക്കായോ മാറാൻ സാധ്യതയുണ്ട്. ആൾറെഡി ഈ വ്യക്തിക്കുള്ള ചില മാനസിക പ്രശ്നങ്ങൾ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറോ ഡിപ്രഷനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറോ ഇതെല്ലാം ഉള്ളവർക്ക് പൊതുവെ ഈ പ്രശ്നം ഉള്ളപ്പോൾ തന്നെ പാനിക് അറ്റാക്കോ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡറോ വരുവാനുള്ള സാധ്യതയുണ്ട്. പല രോഗാവസ്ഥകളും നമുക്ക് മാനസിക സമ്മർദ്ദം തരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പല രോഗാവസ്ഥകൾ, അങ്ങനെ വളരെ മോശമായ രോഗാവസ്ഥകളിൽ കുറേ കാലം കടന്നുപോയി. ഉദാഹരണത്തിന് ഇപ്പോൾ വന്ന കോവിഡിൻ്റെ കാര്യത്തിൽ തന്നെ, കോവിഡ് വന്ന് ആ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി കുറേ ദിവസം ICUവിൽ അടുത്തുള്ളവരൊക്കെ മരിക്കുന്നതൊക്കെ കണ്ട് ജീവിച്ചവർ, അങ്ങനെ ഇരുന്നവർ അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ പിന്നീട് അവർക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും രോഗം വന്ന് അതുമായി പൊരുത്തപ്പെട്ട് കുറേ ദിവസം മുന്നോട്ട് പോയി സ്ട്രെസ്ഡായി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഈ പറയുന്ന ആങ്സൈറ്റി ഡിസോർഡർ വരുവാനുള്ള സാധ്യതയുണ്ട്. ഡ്രഗും ആൽക്കഹോൾ അബ്യൂസും, അതായത് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർ, മദ്യപാനം ചെയ്യുന്നവർ, ഇവർക്കും പതിയെ ആങ്സൈറ്റി ഡിസോർഡർ വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ എന്നുള്ളത് ജനറ്റിക്കൽ എന്നുള്ള സാഹചര്യത്തിലും പലർക്കും ആങ്സൈറ്റി ഡിസോർഡർ വരുവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ചെറുപ്രായത്തിൽ തന്നെ വീട്ടിൽ മറ്റുള്ളവർ ആങ്സൈറ്റി ഡിസോർഡർ അനുഭവിക്കുന്നത്, പാനിക് ഡിസോർഡർ അനുഭവിക്കുന്നത് കണ്ടു വളരുന്നവർക്കും പിന്നീട് ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ വരുവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ വരുവാനുള്ള സാഹചര്യങ്ങൾ. ഇതല്ലാതെയും ചെറിയ ചെറിയ കാരണങ്ങൾ വേറെയും ഉണ്ടാവാം, പക്ഷെ പൊതുവെ പറയപ്പെടുന്നത് ഇതെല്ലാമാണ്. ആങ്സൈറ്റി ഡിസോർഡറിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊരു സംഭവമില്ല. ആങ്സൈറ്റി ഡിസോർഡർ ഒരിക്കലും ഒരു മാനസിക രോഗമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്തൊരു പ്രശ്നമായിട്ടോ അല്ല നമ്മൾ കാണുന്നത്. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പൂർണ്ണമായും മാറ്റിയെടുക്കുവാനും സാധിക്കും. വരാതാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധാരണ ഏത് രോഗവും വരുന്ന പോലെ വരും പോകും, അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതായാലും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുക. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി.
ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ വരുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നമസ്കാരം.